ഓട്ടോയിൽ വെച്ച പാട്ടിന് താളം പിടിച്ചിട്ടുള്ള ഈ പോക്ക് പെരിന്തൽമണ്ണയിലെ എയറോ പാർക്കിലേക്കാണ് കേട്ടോ. ഫാം ഹൗസ് ആൻഡ് ഇവൻറ്റ് സ്പേസ് ആയിട്ടുള്ള പെരിന്തൽമണ്ണ EMS കോളേജിന് തൊട്ടപ്പുറത്തായി 46 ഏക്കറിൽ പരന്ന് കിടക്കുന്ന എയറോ നേച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് പട്ടിക്കാട് ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോയിലും ബൈക്കിലൊക്കെ ആയിട്ടാണ് എല്ലാവരും അവിടെ എത്തിയത്. കുറച്ച് നേരത്തെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ശരിക്കും ആസ്വദിച്ച് ചുറ്റിക്കറങ്ങി കുട്ടികൾക്ക് നന്നായിട്ടൊന്ന് കളിക്കാനും ഒക്കെ സമയം ഉണ്ടാവുള്ളൂ. ചെന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ കൊള്ളാത്ത ഭാഗം നമ്മൾ ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വെയിൽ ഇപ്പോൾ ഉള്ള ഭാഗത്ത് ഒന്ന് തണലാവുമല്ലോ, ആ സമയത്ത് കുട്ടികൾക്ക് കളിക്കാന്നുള്ള പ്ലാനിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഈ രീതിയിലാണ് പേയ്മെൻ്റ് ഉള്ളത്. ഓഫറുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓഫറിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഒരു ഓഫർ പാക്കേജ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെടുത്തിട്ടുള്ള പാക്കേജിൽ എൻട്രൻസ്, ഫിഷ് സ്പാ, പെക്സോട്ടിക്, അതായത് കുട്ടികളുടെ പ്ലേ ഏരിയ എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പാക്കേജായിരുന്നു. അതിന് റേറ്റ് വന്നത് 270 രൂപയായിരുന്നു കേട്ടോ. പ്ലേ ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഭാഗങ്ങളാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പല എക്യുപ്മെൻസും ഉണ്ട്. പിന്നെ ഇവിടെ കുതിരസവാരി ഉണ്ട്, അതിന് നമ്മൾ എക്സ്ട്രാ വേറെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലായത് കാരണം നമ്മൾ നേരെ താഴേക്ക് പോയി. ഈയൊരു കാണുന്ന ഭാഗമാണ് ഇൻഡോർ ഗെയിംസ് ഏരിയ. അതൊരു ചെറിയ ഭാഗമാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ബോട്ടിങ്ങിൻ്റെ ഭാഗമാണത്. ഇത് നല്ല വെയിലായത് കാരണം നമ്മൾ ആ സമയത്തൊന്നും കയറിയില്ല കേട്ടോ. എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് താഴേക്ക് ഇറങ്ങി. പലതരം ഫിഷുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഫിഷ് ടാങ്കാണിത്. താഴേക്ക് ഇങ്ങനെ ചെന്നിറങ്ങുന്ന ഭാഗത്ത് ഇടത് സൈഡിൽ കാണുന്നതാണ് ഫിഷ് സ്പാ. അത് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മളവിടെ കയറുന്നത്. ഇതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിനനുസരിച്ച് എൻട്രൻസും എക്സിറ്റൊക്കെ ഓരോ രീതിയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണത്. ഒരുപാട് മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. പറക്കുന്ന പക്ഷികൾക്കിടയിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് മൃഗങ്ങളെ നമുക്ക് അടുത്തറിയാൻ പറ്റും. ഇവിടെ വിദേശ വളർത്തു മൃഗങ്ങൾ ഒരുപാടുണ്ട്. സ്വതന്ത്രമായിട്ട് പറക്കുന്ന 100-ലധികം വർണ്ണാഭമായ പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണത്. അതിനിടയിലൂടെ നമുക്ക് നടക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവർ തരുന്ന പക്ഷികളുടെ ഭക്ഷണം നമുക്ക് നൽകുകയും ചെയ്യാം. ഇത് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇവർ നമ്മളുടെ എന്താ പറയുക, ശരീരത്തിലും തലയിലും കയ്യിലും ഒക്കെ കയറിയിരുന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സാണ്. അപ്പോൾ ഇതിനിടയിലൂടെ അവർ പറന്ന് നടക്കും, നമുക്ക് ഇതിനിടയിൽ കറങ്ങി കാണാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പല ടൈപ്പ് പല ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ഇതുപോലെ കൂടുകളിലാണ് അടച്ചിട്ടിട്ടുള്ളത്. അതിനകത്ത് അടച്ചിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാറി നടക്കും. അപ്പം വലിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതിനകത്ത് നമുക്കും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കാം. അപ്പോൾ ഓരോ ഐറ്റം ഓരോ കൂടിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഒന്നിനകത്ത് നിന്ന് ഒന്നിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ റൂമിലേക്ക് ലോക്കാക്കി നമ്മളെ കൂടെ പക്ഷികൾ, മറ്റേ കൂട്ടിലുള്ള പക്ഷികളും നമ്മളെ കൂടെ പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്ത കൂട്ടിലേക്ക് നമ്മൾ തുറന്നു വിടുന്നത്. ആ രീതിയിലാണ് ഓരോന്നും സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ടുള്ള ബേഡ്സാണ് കേട്ടോ. ഒരുപാട് വില കൂടിയ പല ടൈപ്പ് ബേഡ്സാണ് ഉണ്ടായിരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ. മൊബൈലിൽ നമ്മളെ കണ്ണിനെ കൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി എന്തായാലും കിട്ടില്ല. അപ്പം നേരിട്ട് പോയി കാണാൻ വേണം കേട്ടോ. മക്കളായിരുന്നാലും ഞങ്ങളായിരുന്നാലും ഒക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ ഒരുപാട് ഇവൻറ്റ്സൊക്കെ നടത്താറുണ്ട് കേട്ടോ. അതിന് പറ്റിയ ഒരുപാട് ഹാളുകളും ഏരിയകളും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് വൃത്തി എടുത്തു പറയത്തക്കതാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഓരോ ഭാഗവും. സാധാരണ നമ്മളുടെ കേരളത്തിലുള്ള
ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയും കടലാസും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ശരിക്കും നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ കാണുന്ന ഒരു പാർക്ക് പോലത്തെ ഒരു ഫീലാണ് കേട്ടോ നമുക്കിവിടെ പോയപ്പോൾ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. അത്രയും പെറ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഇതിനകത്ത് കണ്ടോ ചെറിയൊരു മങ്കി. ഇതിൻ്റെ ഫേസ് ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ചെറിയ ഒരു അടക്കയോളം വലുപ്പമേ ഉള്ളൂ അതിൻ്റെ ഫേസ്. പിന്നെ ഇഗ്വാനകൾ, ഒട്ടകങ്ങൾ, പലതരം പാമ്പുകൾ, മയിലുകൾ, അങ്ങനെ ഒരുപാടായിട്ട് ഇതിനകത്തുണ്ട്. പിന്നെ ഈ കാണുന്ന ആടും പശുവും ഒക്കെ ഒരു പ്രത്യേക തരമാണ് കേട്ടോ. കാല് തീരെ ഉയരമില്ലാത്ത ടൈപ്പാണ് ഇതൊക്കെ. അങ്ങനെ പ്രത്യേക തരമാണ്. അതിൻ്റെ ഇനങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഒരു വെറൈറ്റിയാണ്, കാണാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആട്ടിൻകുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെയൊക്കെ എടുത്ത് ലാളിച്ച് കുട്ടികളൊക്കെ ഒന്ന് തൊട്ടും എടുത്തും ഒക്കെ ആണ് കേട്ടോ നടന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില വികൃതിയായ കുതിരകളെ ഇവിടെ അടച്ചിട്ടിട്ടുണ്ട്. ചിലതിനെ ഇവിടെ നമ്മൾ കയറുന്നിടത്ത് പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുതിരകളുണ്ട്. പിന്നെ ഒട്ടകപ്പക്ഷി, യമു എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കുതിരയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇല തരും. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. കുട്ടികൾക്കും തന്നെ അതൊരു വെറൈറ്റി ഫീലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതേപോലെ ഓരോ ഇലയൊക്കെ വാങ്ങിച്ച് ഒട്ടകത്തിന് തീറ്റയൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യമു ഒട്ടകപ്പക്ഷിയൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് കൂടെ അങ്ങനെ കടന്ന് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രാവുകളുടെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത്. ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ഒരു പാർക്കിലും ഒക്കെ പോയ പോലെയാണ് ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പാമ്പുകളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകളാണ്. അത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ടൈപ്പ് പാമ്പുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് പിടിച്ചുകൊണ്ടും കഴുത്തിലിട്ടുകൊണ്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. എനിക്ക് ഈ വക സാധനങ്ങൾ കാണുമ്പോൾ വലിയൊരു എന്താ പറയുക താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. മക്കളൊക്കെ ഭയങ്കര ധൈര്യത്തിൽ അത് വാങ്ങിക്കുകയും തൊടുകയും തോളിലിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മളിപ്പം ഇങ്ങനെ വീടുകളിലൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ആ ടൈപ്പിൽ അതിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ. വിഷമില്ലാത്ത പാമ്പുകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ, വിശാലമായിട്ടുള്ള പ്ലേ ഏരിയ ആണുള്ളത്. പിന്നെ കുതിരസവാരി ഉണ്ട്, ഇലക്ട്രിക് കാറുണ്ട്, ഫിഷ് സ്പാ ഉണ്ട്, ഇൻഡോർ ഗെയിമുകൾ, സ്വിമ്മിംഗ് പൂള്, ബോട്ടിങ്, പെറ്റ് സോണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഏറ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഫാം ഹൗസും പിന്നെ ഇവൻറ്റ് പ്ലേസും സ്പോർട്സ് ഗ്രൗണ്ടുകളും ഒക്കെ ഉണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഏരിയകൾ അടങ്ങിയിട്ടുള്ളതാണ് ഏറ പാർക്ക് എന്ന് പറയുന്നത്. വ്യത്യസ്ത നിറത്തിലുള്ള മീനുകൾ ഇവിടെയുണ്ട്. അവിടെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കൈ വാഷ് ചെയ്യാനുള്ളൊരു ഏരിയ അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫിഷ് സ്പായുടെ സൈഡിലും നമ്മൾ കാലൊക്കെ കഴുകി ഇറങ്ങണം. അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് കാല് കഴുകി നമുക്ക് പുറത്തിറങ്ങാം. ആ രീതിയിലാണുള്ളത്. ഈ ഒരു ചെടി നല്ല ഭംഗിയുണ്ടല്ലേ. ഭംഗി കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇതാ പ്ലേ പോട്ട് മേക്കിംഗ് ആണ്, പോട്ടറി വർക്ക്ഷോപ്പാണ്. ഇങ്ങനെ ഇതിനകത്ത് വേറെ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. അമ്പ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഈ ഒരു പോട്ട് മേക്കിങ്.
വൈകുന്നേരം ആയപ്പോഴേക്കും ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രിയിലാണ് കേട്ടോ ബോട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള എഡ്വിന് നമ്മളുടെ പ്രിയ സുഹൃത്തും അയൽവാസിയുമാണ്. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ നമ്മളിവിടെ ബോട്ടിങ്ങൊക്കെ പോയി. നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അവൻ്റെ നിർബന്ധത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇവർ അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും സ്റ്റാഫുകളും ഇതിനകത്തുണ്ട്. കുട്ടികൾ ഒരുപാട് സമയം ഇവിടെ പ്ലേ ഏരിയയിൽ എൻജോയ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടായത്. പോകുന്ന സമയത്ത് ഇലക്ട്രിക് കാറൊക്കെ മോനൊക്കെ ഓട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായത്. ഒരു രാത്രി 8 മണിയോട് കൂടിയൊക്കെയാണ് നമ്മൾ മടങ്ങിയത്. അപ്പോൾ അത്രയും പകലത്തെ കാഴ്ചകളും രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഏറാ പാർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് മടങ്ങിയത്. അപ്പം ഈ ഒരു പെരിന്തൽമണ്ണ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക, എൻജോയ് ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്